നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ഗുണഭോക്താക്കൾക്കുമൊക്കെ വലിയ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു കാര്യം വലിയ സന്തോഷം തരുന്ന ഈ ഒരു കാര്യം നമ്മെ അറിയിച്ചത്. ജൂൺ മാസം 20 മുതൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുവാൻ പോകുന്നു. നമുക്കറിയാം, സംസ്ഥാനത്ത് പ്രതിമാസം 1600 രൂപയാണ് എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകി വരുന്നത്. കൃത്യമായി തന്നെ ഇപ്പോൾ ഒരു വർഷത്തിന് മേളിലായി കൃത്യമായി എല്ലാ മാസവും ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കുടിശ്ശികയുണ്ടായിരുന്ന 3 ഗഡു പെൻഷൻ സംസ്ഥാനത്ത് ഓരോ മാസവും വിതരണം ചെയ്തപ്പോൾ 2 ഗഡു ക്ഷേമ പെൻഷൻ മാത്രമാണ് സംസ്ഥാനത്ത് കുടിശ്ശികയുള്ളത്. നേരത്തെ ഇത് 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണിപ്പോൾ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ മറ്റ് 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്ത് തീർത്തത്. നമുക്കറിയാം, സംസ്ഥാനത്ത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ 4 വർഷം പിന്നിടുന്നു. ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് 38,500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനായി ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞത്. 2016-21 കാലഘട്ടത്തിലാകട്ടെ സംസ്ഥാനത്ത് UDF സർക്കാരിൻ്റെ 18 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 35,154 കോടി രൂപ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്ത് കഴിഞ്ഞുവെന്നും ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സൂചിപ്പിച്ചു. അതായത് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഇത്രയും നാളായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് അല്ലെങ്കിൽ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തത് 75,654 കോടി രൂപയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും സംസ്ഥാനത്തെ ധനമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട്. 2011 മുതൽ 16 വരെയുള്ള UDF ഭരണകാലത്ത് സംസ്ഥാനത്ത് 9,011 കോടി രൂപ മാത്രമാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യും UDF സർക്കാർ വിനിയോഗിച്ചത്. എന്തുതന്നെയായാലും നമുക്കറിയാം, സംസ്ഥാനത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. ഈ ഒരു അവസരത്തിൽ തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വലിയ ശക്തി പകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമുക്കറിയാം, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകുന്നതെന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഈ മാസം വലിയ ചർച്ചയായി തന്നെ സംസ്ഥാനത്തെ എല്ലാ ആളുകളും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടത്. എന്തുതന്നെയായാലും സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ആളുകൾക്ക് വലിയ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണിന്ന് സംസ്ഥാനത്തെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപ ഈ മാസം 20-ാം തീയതി മുതൽ വിതരണം ചെയ്യുന്നു. നമുക്കറിയാം, ഏപ്രിൽ മാസം വിഷുവിനോടനുബന്ധിച്ച് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസം 14-ന് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മാസം 2 മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിയത്. അതോടൊപ്പം തന്നെ ഈ മാസത്തെ പെൻഷനും 20-ാം തീയതി മുതൽ വിതരണം ചെയ്യുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ ഈ വലിയ സന്തോഷം തരുന്ന വാർത്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളിലും എത്തുന്നതിന് വേണ്ടി ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്